മഹാകവി മോയിൻകുട്ടി വൈദ്യരാൽ വിരചിതമായ ബദർ പടപ്പാട്ടിൻ്റെ 33-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉറപ്പിപ്പനരുൾ കേട്ട് സഹാബാക്കൾ നിലത്തെ ഉഷർമയുൾ കൊടികളും മണികളിൽ പിടിത്തേ ഉഷർമയുൾ കൊടികളും മണികളിൽ പിടിത്തേ മറുവലർ വഴി കൊള്ളയുടെ നേരായി നിറുത്തേ മനമുന്തിയരികറുകൾ സബ് തിരുപ്പോൽ കരുത്തേ ബടി കൊണ്ട് ഹഫീഫാലെ അലമില്ലതടിക്കൈ ബള്ളല്ലി പടി കീട നടക്കുമ്പോൾ അലർക്കൈ ഇടയിന്ന് സവാദണ്ട അസ്ഹാബി നിലക്കൈ ഇടം കഥമുടലൽപ്പം തഖദ്ദമായി തരിക്കൈ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെയും മഹാനായ അലിയും കറമല്ലാഹു വജൂനെയും അതുപോലെ തന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു കൊടി കൊടുക്കുകയുണ്ടായി. ആ രംഗം നമ്മൾ മുമ്പ് പറയിട്ടുണ്ടായി, ബദറുൽ ഹുദാ യാസീൻ നബി എന്ന് പറയുന്ന ഇരടികളിലൂടെ. ഏതായാലും ഹബീബായ നബി തങ്ങൾ നൽകിയ കൊടിയൊക്കെ ഒന്ന് തിരിച്ചു വാങ്ങി മുമ്പ് കൊടി കൊടുത്തിരുന്ന മഹാനായ മിസ്അബിനും അതുപോലെ തന്നെ അലിയെയും സഅദിനെയും വിളിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കൊടി നൽകുകയാണ്. ഇവിടെ വെച്ച് കൊടി നൽകിയതിന് ശേഷം നബി തങ്ങളെ യുദ്ധത്തിന് അണികളുടെ സഫ് ഇങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു സഫിൽ നിന്നും അല്പം മുന്നിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഹബീബായ നബി തങ്ങൾ മലക്കുകളുടെ സഫ് പോലെ സഫ് ശരിപ്പെടുത്തു സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് സഫിനിടയിലൂടെ മുൻഭാഗത്തും ബേക്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സഫ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പന മടല കൊണ്ട്, അതല്ലെങ്കിൽ വടി കൊണ്ട്, അതല്ലെങ്കിൽ ചെറിയ അമ്പിൻ്റെ ഒരു കൂർത്ത മുന കൊണ്ട്, ഏതായാലും മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് തള്ളി സഫിലേക്ക് മാറ്റി നിർത്തുകയാണ്. മാത്രമല്ല ഈ സംഭവം സവാദിൻ്റെ ഒരു ചാൻസായി മാറുകയാണ്. എന്താണ് സവാദിൻ്റെ ചാൻസ്? ആ ചാൻസ് എന്ന് ഇത് ഹബീബായ നബി തങ്ങളെ ഒന്ന് അവസാനം ചിലപ്പോൾ ഈ ബദർ യുദ്ധത്തിൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഷഹീദായ പിടുത്തം വീട്ടിലെ. അപ്പോൾ സവാദ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിൽ 2 മുറാദുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ചാൻസ് എന്ന് മനസ്സിലാക്കിയ മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറയുകയാണ്, ഉരത്ത് യാ മൗലൽ ഉർബ ഉശ്റങ്കൽ യാ ഹബീബ ഉദ്ദിമങ്കും തോബ യാ റസൂലല്ലാഹ് പെരിയോൻ ഉമൈറക്കൈ പേശും ജിന്നിൻ സീടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് ബജിശൈ റഹ്മത്തിനല്ല ബഅസാക്കിയുള്ളതല്ല വരുത്തപ്പെടുത്താനല്ല യാനജിയല്ലാഹ് തരിത്തപ്പഴുതർ ചൊന്നാർ സവാദേ നീ ചൊന്നത് എന്ന ത്വാഹവേ എങ്കിളെന്ന സഫദിൽ സബ്കാൽ കത് ത്വാഹ ഉങ്ങളെത്തി ഖിദ് ഹാലേ ഉണ്ട് കുത്തി കവായത്ത് കൈമാശത്തിൽ ആകും എങ്കിലുമേ ഉദരമ്പല്ലാവാരുത്തം ഉളവായാത് നിമിത്തം ഉളം ഞാൻ ആത് പോരുത്തം ആക്കിടാം നബിയേ. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ജിന്നിനും ഇൻസിനും ലോകത്തിനും മുഴുവനും റഹ്മത്തായി ഇറക്കപ്പെട്ട ഹബീബായ നബിയേ, എല്ലാവരോടും കാരുണ്യത്തിൽ വർത്തിക്കേണ്ട അങ്ങ് എന്നെ വേദനിപ്പിച്ചത് ശരിയായില്ല ഹബീബേ. ഇതങ്ങ് കേൾക്കേണ്ട താമസം
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത കാരുണ്യത്തിൻ്റെ കടലായ ഹബീബായ നബി തങ്ങൾ സവാദിനോട് ചോദിക്കുന്നു, എന്താണ് സവാദെ പറയുന്നത്? സവാദ് പറയുന്നു, നബിയെ, നിങ്ങൾ സ്വഫ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. അത് ഞാൻ പൊരുത്തപ്പെടില്ല നബിയെ. എനിക്കതിൻ്റെ പ്രതികാരം ചെയ്യണം. എനിക്കതിൻ്റെ പ്രതികാരം ചെയ്യണം നബിയെ. ഇതൊക്കെ പറയുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ സഹാബത്ത് ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. സഫിൽ നിന്ന് ഇളകാനൊരു നിവൃത്തിയുമില്ലല്ലോ. എന്താണ് സവാദി പറയുന്നത്? നബി തങ്ങളോട് പ്രതികാരമോ? ഏതായാലും പ്രതികാരത്തിന് സവാദിൻ്റെ മഹാനായ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകിയപ്പോൾ സവാദ് പറഞ്ഞു, നബിയെ, അങ്ങനെ വേദനിപ്പിച്ച ആ വടി തന്നെ എനിക്ക് വേണം. അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി കൊണ്ടാണ് അങ്ങനെ തല്ലി നോവിച്ചത്. ആ വടി എനിക്ക് തരൂ. ഹബീബായ നബി തങ്ങൾ ആ വടി നൽകിയപ്പോൾ സവാദ് പറഞ്ഞു, നബിയെ, അങ്ങനെ കുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ കമീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ കമീസ് അഴിക്കു നബിയെ. ഉടനെ തന്നെ സവാദിൻ്റെ ആവശ്യപ്രകാരം ഹബീബായ നബി തങ്ങൾ തൻ്റെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്നും കമീസ് പൊക്കിക്കൊടുക്കുകയാണ്. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ആ രംഗം വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. നെയ്നാറ് നബി ത്വാഹ കമീസേ കേറ്റി നബിനർ സവാദോടിൻ ഗടുത്തോ തീറ്റി ഐനാൽ തിരുബാത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളി ഒളുകി മൈമാൻ മാജു അൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പടിക്കാടുത്തേ കൈനൽ യദമാക്കി ഖിദ്ഹും ചാട്ടി കാതിരോൻ മാശങ്കുമൈ പിടിത്ത് പൂട്ടി പൊരുളാൽ ബാത്തനോട് മുഖത്തെ ചേർത്തി പൊളിയും കടലിഷ്കാൽ അണത്ത് മൊത്തി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്നും കമീസ് അങ്ങ് അഴിച്ചു മാറ്റിയപ്പോൾ ആനായ സവാദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഒരൊറ്റ ഏറായിരുന്നു താഴെയിട്ടുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ പിടിച്ചു മടക്കുന്നു. ഏതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തേനുള്ള പുഷ്പം അന്വേഷിച്ചുകൊണ്ട് നടന്നതായിരിക്കുന്ന ഒരു വണ്ട് തേനുള്ള പൂവ് കാണാൻ കഴിയാതെ വിഷമിച്ച സമയത്ത് വൈകുന്നേരം വരെ പറന്ന് തേനില്ലാതെ ഒപ്പം വിശപ്പുമായി നിരാശയോടെ തിരിച്ചു കൂട്ടിലേക്ക് പറക്കാൻ നേരം സന്ധ്യാനേരം വരെ പറന്നിട്ട് തേനുള്ള ഒരു പൂവും കാണാതെ ഒരു പുഷ്പവും കാണാതെ നിരാശയോടെ തിരിച്ചു പറക്കുമ്പോൾ ആ പറക്കുന്ന സമയത്ത് പെട്ടെന്നതാ നിറഞ്ഞ തേനുള്ള ഒരു പൂവ് ഈ വണ്ട് കണ്ടാൽ വിശപ്പുള്ള ക്ഷീണമുള്ള സമയത്ത് ആർത്തിയോടുകൂടെ ആ പൂവിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ എന്ന് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു. അരിപ്പൂവല്ലറുന്തേ തേൻ അരിന്തും പോലെ അളുതും മണ്ണത്തും ശൗ കൊഴിയാലേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ മുത്തിമണക്കുകയാണ്. അങ്ങനെ സവാദിൻ്റെ ആ ശരീരവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും അതാ കൂട്ടിമുട്ടുന്നു എന്ന് മാത്രമല്ല 1000 വർഷം അത്തറിൻ്റെ കുടത്തിൽ തലമുക്കിയെടുത്താലും ഇത്ര സ്മെല്ലുണ്ടാവുകയില്ല എന്നാണ് കവിയുടെ വിവരിക്കുന്നത്. അത്രക്കും നല്ല മണമായിരുന്നു സവാദിൻ്റെ ശരീരത്തിൽ നിന്നും മടിച്ചു വീശിയിരുന്നത്. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിനോട് ചേർത്തേണ്ട താമസം മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്നും അതാ അത്തറിൻ്റെ മണം അടിച്ചു വീശുകയാണ്. അതല്ലേ മഹാനായ തഴവ ഉസ്താദ് പറയുന്നത്? എന്താണ് പറഞ്ഞത്? മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട്
നബിക്കെന്ന അബൂ ഹുറൈറ പറയുന്നുണ്ട്. അങ്ങനെ സവാദിൻ്റെ ഉദ്ദേശം ഹബീബായ നബി തങ്ങളുടെ ശരീരം തൻ്റെ ശരീരത്തോടൊന്ന് ചേർക്കുക എന്നുള്ള, ഹബീബായ നബി തങ്ങളെ മുത്തിമടക്കുക എന്നുള്ള ആ ഒരു 2 മുറാദുകൾ കൊണ്ട് നടന്ന സവാദ് അത് ഇപ്പോൾ വീട്ടിയിരിക്കുകയാണ്. ഏതായാലും സവാദിൻ്റെ മുറാദ് ഹാസിലായ സ്ഥിതിക്ക് അള്ളാഹിൻ്റെ റസൂൽ സവാദിനോട് പറയുകയാണ്, മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒൽപ്പൊണ്ടാണ് യാതൊരു നബി മോളിന്താറ് ഉള്ളേ കിസാസ് നീ എടുക്കാത്തെന്താ? സവാദെ നീയല്ലേ പറഞ്ഞ് കിസാസ് എടുക്കണമെന്ന്, അതെടുക്കൂ. ഇനി നാളെ മഹ്ശറിലേക്ക് അത് നീട്ടിവെക്കാൻ പറ്റൂല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ട്, സന്തോഷത്തിൻ്റെ കണ്ണുനീർ വന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അരിയുമ്മത്തിരു മനമുഷിത്തോങ്കൾ കൽബിലൊതുക്കിയ മുറാദ് 2 വിട്ടിയനെ റൂഹ് ഉമക്കായണ്ടേ പിരികെ സവാദിന് ഖൈറ് കൊണ്ട് പിരിശത്തിനാൽ കോനിൽ ഉരനിരന്താറണ്ടേ. അവിടുന്ന് സവാദ് ചോദിക്കുകയാണ്, നബിയേ, എൻ്റെ മുറാദ് വീട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്, അടവാണ് നബിയെ. ഞാൻ അങ്ങയുടെ മനം മുഷിച്ച നബിയെ, അങ്ങയുടെ മനം വേദനിച്ച നബിയെ, എനിക്ക് സവാദിന് പൊരുത്തപ്പെട്ടാലും. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ വിവരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.